അപ്പോൾ ഞങ്ങൾ ആദിർബാനിക്ക് പോവാണ് കേട്ടോ. മാത്തു മാച്ചുട്ടി എൻ്റെ കയ്യിൽ വെള്ളം ഉണ്ടാകും നോക്കിക്കോ. മാച്ചു വിചാരിക്കുന്നുണ്ടോ എന്ന് വരെ എവിടെ ഈ ഒരുങ്ങി പോണേന്ന്. ഇന്ന് രണ്ടിടത്താണ് ആദിർബാന വിളിച്ചേക്കുന്നത്. അപ്പോൾ രണ്ടിടത്തും പോകണം. ഉച്ചയ്ക്ക് ഒരിടത്തും വൈകിട്ട് ഒരിടത്തും പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ വൈകിട്ട് ഏട്ടയ്ക്ക് ഓട്ടം പോകേണ്ടത് കൊണ്ട് പെട്ടെന്ന് രണ്ടിടത്തും പോയിട്ട് വരാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. മാച്ചുട്ടി വെയിലാ, കാണുന്നില്ല. അപ്പം പോയിട്ട് വരാട്ടാ. ത്തോടെ നോക്കി കിടക്കുക. ഭയങ്കര വെയിലാട്ടോ. ഇടയ്ക്ക് ഭയങ്കര മഴക്കാറ് മൂടുന്നുണ്ട്, ഇടയ്ക്ക് ഭയങ്കര വെയിലും. വിയർത്തൊഴുകുക. ഭയങ്കര ചൂടാണ്. ഇന്നലെ മഴ പെയ്താ, പക്ഷെ എന്നാലും ഭയങ്കര ചൂടായിന്ന്. ഇവിടെ ഇല്ലല്ലോ. ഇതാ അതിനകത്ത് കണ്ടില്ലേ? ഇവിടെ ഇല്ലല്ലോ. കുറച്ചുണ്ട്. ഞങ്ങൾ ഒരിടത്ത് അതിർബാന കഴിഞ്ഞ് വന്നു കേട്ടോ. ഇനി അടുത്തത് പോവുകയാണ്. അല്ല, വിയർത്തൊഴുകുക. എന്നാ ചൂടാന്നറിയാം, ഭയങ്കര ചൂടാണ്. ഇപ്പം മൂടിക്കെട്ടി കിടക്കുക. വെയിലൊന്നുമില്ല, അങ്ങനെ ഭയങ്കര മൂടലാണ്. മഴ പെയ്യുമെന്നറിയില്ല. ആകെപ്പാടെ മൂടിക്കെട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകണം. അതാ ഇടി മുഴങ്ങി തുടങ്ങി. അടുത്ത വീട്ടിലും പോയി വരണം. വന്നിട്ട് വേണം. ചേട്ടായിക്ക് ബാംഗ്ലൂർ ഓട്ടം പോകുന്നുണ്ട്. ഞാൻ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി ചൂടെടുത്തിട്ട് അന്ന് ഇട്ടുകൊണ്ട് നടക്കാനാവില്ല. ഫ്രോക്ക് മാറ്റി വേറെ ഡ്രസ്സ് എടുത്തിട്ടു. നല്ല ഇടി മുഴങ്ങി വരുന്നുണ്ട്. ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ നനഞ്ഞു വരേണ്ടി വരുമോ എന്നറിയത്തില്ല. സ്കൂട്ടിക്ക് പോകാനാണ് ഇരിക്കുന്നത്. മുടിയൊക്കെ വന്നിട്ട് അഴിച്ചു. എല്ലാം കൂടെ കൂട്ടി അങ്ങ് കെട്ടി വെച്ചു ചൂടെടുത്തിട്ട്. മച്ചുണ്ട് ഇടി മുഴങ്ങി തുടങ്ങിയപ്പോൾ എണീറ്റവൻ. ഇടി കുറച്ച് പേടിയുണ്ട്. മച്ചു മഴ പെയ്താൽ ചൂടൊക്കെ ഇപ്പോൾ പോകൂടാ. പിന്നെ നാളെ പിന്നെയും ചൂട് കൂടും. ഇന്ന് മഴ പെയ്യുമ്പോൾ ചൂട് കുറയും, നാളെ പിന്നെയും ചൂടാവും. മച്ചു ഞങ്ങൾ പോയിട്ടിപ്പോൾ വരൂ കേട്ടോ. പെട്ടെന്ന് വരാം. വന്നിട്ട് അഴിച്ചുവിടാം കേട്ടാ. നീ ആരെയാ നോക്കുന്ന അകത്തോട്ട്? അവരൊക്കെ ഇപ്പം ഇറങ്ങും. ചേട്ടായി സച്ചു എന്നെ ഇറങ്ങാത്തേന്നാ നോക്കുന്നവൻ. അകത്തോട്ടാ നോക്കുന്നത്. അവരെന്താ ഇറങ്ങാത്തേ? ഇവളിവിടെ റെഡിയായി ഇരിപ്പുണ്ടല്ലോ. അവരിപ്പം ഇറങ്ങി വരും. ഭയങ്കര കാറ്റും മഴയും വരുന്നുണ്ട് കേട്ടോ. ഞാൻ തുണി എടുത്തിട്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ കാറ്റടിച്ച് കഴിഞ്ഞാൽ തുണിയെല്ലാം അഴയെന്ന് പറഞ്ഞു പോകും. അപ്പോൾ എടുത്തിട്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു. അവിടെ ഇരിക്കും. അവിടെ ഇരുന്നേ മാത്തു കുഞ്ഞ്, അവിടെ ഇരുന്നേ. മാത്തുക്കുഞ്ഞൂന് ഞങ്ങൾ ബിരിയാണി കൊണ്ടുവന്ന. ബിരിയാണി അവനവിടെ ഇരുന്ന് നോക്കുക. എന്നതാണ് സംഭവം? ഇവിടെ അത് കുറേ ഉണ്ട്. നീ തിന്നിട്ട് വല്ലതും ആവുമോ?
വാ കഴിച്ചു വാ. ഓ എന്റെ മാസു മാച്ചൂട്ടി, നിനക്ക് ഞാൻ ചോദിച്ചു മേടിച്ച് കൊണ്ടുവന്നതാടാ ഇത്. മാച്ചൂട്ടിക്ക് കൊണ്ടുവന്നതാ. കുശാൽ, മാത്തൂട്ടിക്ക് കുശാൽ. കൊതുക് കടിക്കുന്നു. മാച്ചു, നിന്റെ കൊതി ഇന്ന് മാറും. ആദ്യ കുർബാനേൻ്റെ അവനും തിന്നട്ടെ എന്നോർത്തിട്ടാ കൊണ്ടുവന്ന് കൊടുത്തേ. നമ്മൾ മാത്രം തിന്നാൻ പോരല്ലോ, നമ്മുടെ മാച്ചൂട്ടനും തിന്നണ്ടേ. മാച്ചു, അവനും കൂടെ കൊടുക്കാൻ പറ്റിയോണ്ട് ഭയങ്കര ഹാപ്പി, സന്തോഷമായി. മാസു കുട്ടി, അവന് ഫുഡ് കൊടുക്കുമ്പോൾ എൻ്റെ പാത്രത്തിൽ കൈയിട്ടാൽ പോലും അവൻ കടിക്കില്ല. അത്രയ്ക്ക് എടാ. ഞാനിങ്ങനെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിയൊക്കെ കൊടുക്കും. പാത്രത്തിൽ കൈയിട്ടാലോ തൊട്ടാലോ ഒന്നും ഒരു കുഴപ്പമില്ല. ചില ഡോഗ് പാത്രം ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ തുടങ്ങി വന്നു കഴിഞ്ഞാൽ കടിക്കും. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇത് മാത്രം അവൻ്റെ ഫുഡ് നമ്മൾ എടുത്തോണ്ട് പോകില്ലെന്നറിയാം. കൊടുത്തു കഴിഞ്ഞാൽ അവനുള്ളത് തന്നെയാണെന്ന് അവനറിയാം. കുഞ്ഞിലെ മുതൽ ശീലിപ്പിച്ചത് കൊണ്ടായിരിക്കണം കേട്ടോ. കുഞ്ഞിലെ മുതൽ അങ്ങനെ ശീലിപ്പിച്ചിട്ടുണ്ട്. വയറ് ഫുള്ളാവട്ടെ, ഫുള്ളാവട്ടെ, ഫുള്ളാവട്ടെ. ഇതിന്ന് കുറച്ച് കളിക്കണം കേട്ടോ മാത്തു. തിന്നൊക്കെ കുറച്ച് ദഹിക്കണം. നന്നായിട്ട് ഓടിയിട്ടൊക്കെ പോരും. തിന്നാട്ടോ. മതിയായും തോന്നുന്നു ഏകദേശം അവന്. ഞാൻ മുഴുവൻ തിന്നും. ചേട്ടായി പോകുന്ന നോക്കി നിൽക്കുന്നു ആ മാത്തു. മാലയാ മാത്തു? പോയാ ഓട്ടം പോയതാടാ.